ഇവിടെയാണ് താമസിച്ചത്. ഇവിടെ മാറ്റ് വിരിച്ച് കിടന്നത്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊന്നും കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന വീടില്ലേ, ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ആ ഒരു മലയിലൊക്കെ ഉണ്ടല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ കോട വന്നിരിക്കുന്നതാണ്. കാരണം രാവിലെയൊക്കെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് ഇതാണ് കേട്ടോ, ഈ അടക്കയുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടല്ലേ, ഫുള്ള് അടക്ക കൃഷിയാണ് കേട്ടോ ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റണത്. ഇവിടെ ഇങ്ങനെ പോകണമെങ്കിൽ ഒരു പുള്ളീനെ കണ്ടുപിട്ടിട്ട് പുള്ളി അവിടെ വണ്ടി നിർത്തിയിട്ട് വന്നതാണ്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Jonathan. Jonathan. Oh, nice. You are from this village? I'm from this village. What is this village name? It's called Kota Town. Actually, it's officially a town, but we don't have that infrastructure. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ത്രിപുര പോണ ബോർഡറിലാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടി. അങ്ങനെ നിങ്ങൾ വന്നൊഴി വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുമ്പ്. അപ്പോൾ ഇന്നലെ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ രാവിലെ എണീച്ച് റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഹായ് കപ്പു, ശിവായ്. യുവർ നെയിം? BK. BK. Okay, BK means full? It means Lal Biktima. Lal BK. Biktima. Okay, nice name. You are in this village from... your village name, what is your? Bungtwam. Bungtwam. Okay, how many distance here to Tripura border? Around 9 kilometers. 9 kilometer. Oh, ഓക്കെ. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. മീൻ കറി അങ്ങനെ പറയുന്നുണ്ട്. താങ്ക് യു കലോമിയെ. അങ്ങനെ നമ്മുടെ സൈക്കിളെല്ലാം സെറ്റാക്കി കേട്ടോ. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞേ. അപ്പോൾ കലോമിയെ അപ്പോൾ ആൾ ഭയങ്കര ഉപകാരം പറഞ്ഞിട്ടാ. നമ്മൾ പുള്ളിയിലോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇന്നലെ ഞാൻ ഇവിടെ വന്നോക്കി എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഈ ബോർഡർ കയറാറുണ്ട്. പക്ഷേ ബോർഡർ കയറിയിട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളീനെ കണക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. നല്ല അടിപൊളി ആളായിരുന്നു കേട്ടോ. നമുക്ക് ഇന്നലെ താമസിക്കാനുള്ള സൗകര്യവും ഫുഡ് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ വന്ന് ശരിക്കും നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം വരെ പോയായിരുന്നു. പക്ഷേ എന്നിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റൂട്ടില്ലേ, അതായത് നമ്മളിപ്പോൾ മിസോറാമിൻ്റെയും ത്രിപുര ബോർഡറിൻ്റെയും നടുക്കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് മിസോറാമിലാണെങ്കിലും ഈ ഒരു ഇതില്ലേ, ഇതിൻ്റെ അപ്പുറത്ത് ത്രിപുര ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു നദിയുണ്ട്. ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് പോയി റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസാമും കയറാം കേട്ടോ. അതായത് ത്രിപുര, മിസോറാം, ആസാം, ഇത് 3 ബോർഡർ ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മിസോറാമിനോടൊക്കെ പയ്യെ യാത്ര പറയുന്നത് കേട്ടാ. എന്താല്ലേ, ഒരുപാട് നല്ല ഓർമ്മകളും ഉണ്ടല്ലേ. ഈ ഒരു നദി കണ്ടില്ലേ, ആ ഒരു നദിയുടെ അപ്പുറത്ത് ത്രിപുര ഉണ്ടായി കാണുന്നത്. നമ്മളെന്തായാലും പോണോയ്ക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒറ്റ ഇതിലാണ് സൈക്കിളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. കാരണം ബ്രേക്ക് കിട്ടാനുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്ലിപ്പാണ്ട്. ചെറിയൊരു ഗ്രാമമാണ്. ഒരുപാട് വലിയ വലിയ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഇതേപോലെ മുളകൾ വെച്ച് ഉണ്ടാക്കിയതാണ്. മേൽക്കൂരൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ, ഷീറ്റ് വെച്ചാണ് കവർ ചെയ്തേക്കുന്നത് കേട്ടോ. അതുവരെ നമ്മൾ പോകണ നോക്കിയാൽ ഇവിടെ ഒരു കൃഷിപ്പാടം കാണാം കേട്ടോ. ഈ കാണുന്നത് ത്രിപുരയിലെ ആൾക്കാരുടെ കൃഷിപ്പാടമാണ്. ഉണ്ടല്ലേ, ആ കാണുന്നതാണ് ത്രിപുര കേട്ടോ. ഫുള്ള് നെൽകൃഷിയാണ്. അടിപൊളിയല്ലേ. ശരിക്കും ഇത് താഴ്ന്ന തെറ്റിലാണ്ടിരിക്കണത്. ശരിക്കും ഈ നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമാണ്. മിസോറാം കുറച്ച് മേളിലാണ്, അതായത് ഫുള്ള് ഹില്ലേരി ആണെങ്കിലും ത്രിപുര ഞാൻ പറഞ്ഞു കേട്ടേക്കണത് ഫുള്ള് നിരപ്പായ ഇടമെന്നാണ് കേട്ടേക്കണത്. പിന്നെ പലയിടത്തും മലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും നിരപ്പായ സ്ഥലങ്ങളിലാണ് വീടുകളും അതുപോലെ അവൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ. എൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ വീടും കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നത് നെല്ല് ഇവിടെ നിന്ന് പറിച്ചിട്ട് അവർ ഇതെടുത്തേണ്ടിരിക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എന്തായാലും വിളവെടുത്തേണ്ടിരിക്കണേന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് മിസോറാമിലെ ലാസ്റ്റ് വില്ലേജ് കേട്ടോ. അതായത് കാൺമൂൺ എന്ന് പറയും. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ത്രിപുരയിലേക്കാണ്. അതായത് ഈ ഒരു ഭാഗത്ത് ത്രിപുരയുടെയും പിന്നെ അതുപോലെ ആസാമിൻ്റെയും ബോർഡർ ഉണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് വില്ലേജ്. ഇവരെല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടേക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഈ കാണുന്നത് ഒരു ചെറിയൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറച്ചി, പച്ചക്കറി എല്ലാം ഉണ്ട്. 2 റൂട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാമമുണ്ട് ഇത്. ഈ വഴിയാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു ബ്രിഡ്ജ് തന്നെ കേട്ടോ. പക്ഷേ ഇത് പണിയേ ഉള്ളൂ വരി. കണ്ടില്ലേ, ഇതെന്താന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഈ വഴിയാണോ അവർ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതല്ല, അപ്പോൾ പണിയേ ഉള്ളൂ.
അപ്പം എന്തായാലും നമുക്ക് എത്തിയിരിക്കാടാ. നമ്മുടെ സൈക്കിളിൽ ഒരു ഫ്ലാഗ് ഒട്ടിക്കാലാന്ന് വെച്ച്, അപ്പോൾ ഇത് മേടിക്കാലാന്ന് വെച്ച് 40 രൂപ പറഞ്ഞാൽ അപ്പോൾ ഒരെണ്ണം വെക്കാൻ എന്തായാലും എല്ലാം വളഞ്ഞ് ഇരിക്കണേട്ടാ. അപ്പോൾ ഈ ഒരു കടയിൽ വന്നാൽ ഇതിനൊക്കെ 10 രൂപ ഉള്ളൂ കേട്ടോ, ഇത് 40 രൂപയാണ് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് भैया यहाँ से त्रिपुरा रास्ता कौन सा है? ये त्रिपुरा रास्ता अभी तो ब्रिज बना रहा है, अच्छा लेकिन वो बगल में एक बना हुआ है, अच्छा ब्रिज बना हुआ है टेम्पररी है ना. जा सकता है, साइकिल जाएगा? साइकिल जाएगा सर, ऑटो भी जा सकता है. अच्छा ओके ओके ओके. വേറൊരു വഴിയുണ്ട് കേട്ടോ, വേറൊരു വഴിയുണ്ട്. ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ ത്രിപുരത്ത് നമ്മൾ ഫ്ലാഗ് മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നാളെ ആഗസ്റ്റ് 15 അപ്പോൾ അതും കൂടെ കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഫ്ലാഗ് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആഗസ്റ്റ് 15 കാര്യം ഞാൻ ആലോചിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലാഗും കാര്യങ്ങളും കിട്ടിയത് തന്നെ. പിന്നെ ഇവിടെ ഒരു നദിയും കാര്യങ്ങളൊക്കെ ഒഴുകാണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രാമമല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയൊരു ഗ്രാമവും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ചെറിയ ചെറിയ ഹോട്ടൽ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റുകൾ. ഇവിടെ ഇഷ്ടംമാതിരി ആസാമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് റൈസ് ബിയറാണ്, കണ്ടില്ലേ. ഇവിടെ പിന്നെ വഴിയിലൊക്കെ ഇട്ട് ഇവർ റൈസ് ബിയറൊക്കെ വിൽക്കും കേട്ടോ. എനിക്കൊന്നും ഒരു കുപ്പിക്ക് 50 രൂപ എന്തോ ഉള്ളൂ, 1 ലിറ്റർ 50 രൂപ എന്തോ ഉള്ളൂ, 50-60 എങ്ങാണ്ടൊക്കെ ഉള്ളൂ. ബ്രിഡ്ജും കാണണമല്ല, എനിക്കൊന്നും ആ ഒരു ഓട്ടോ തന്നെ ഉണ്ട്, ആ വഴിയാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നെട്ടോട്ട് ഇങ്ങനെ അലഞ്ഞിട്ടിരിക്കണേ കേട്ടാ. ആ ഇതന്നെ ബ്രിഡ്ജ് ഞാൻ വന്നോക്കി ഞാൻ കണ്ടില്ല കേട്ടോ ഈ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ത്രിപുരയിലേക്ക് ക്രോസ് ചെയ്യുകയാണ് മക്കളെ. ഈ ഒരു റിവറിൻ്റെ പേര് ലോങ്കായി എന്നാണ് ഈ ഒരു റിവറിൻ്റെ പേര്. നമ്മളങ്ങനെ ത്രിപുരയിലേക്ക് ക്രോസ് ചെയ്യണം മക്കളെ. കണ്ടില്ലേ, ഈ കാണുന്നതാണ്ട് ത്രിപുര, ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്ത്. നമ്മളങ്ങനെ ത്രിപുരയിൽ കയറിയേട്ടാ. ഈ കാണുന്നത് ത്രിപുരയിലൊരു മാർക്കറ്റാണ്. വന്നോയ്ക്ക് ചെറിയൊരു പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ചെക്ക് ചെയ്തില്ല, ബാക്കിയുള്ള വണ്ടികളും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം മിസോറാമിൽ നിന്നും, അതായത് ബർമയിൽ നിന്നൊക്കെ ഡ്രഗ്സ് ഒക്കെ എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരമായിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നുണ്ടോ. അങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊന്നും കണ്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള സാധനങ്ങളും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ല കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, ഉണ്ടല്ലേ. ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഇറച്ചിയൊക്കെ ഉണ്ട്, കോഴി. നമ്മളങ്ങനെ ത്രിപുരയിലേക്ക് എൻട്രി ചെയ്തിട്ടാ, അതായത് നമ്മുടെ മിസോറാമിനോടൊക്കെ യാത്ര പറഞ്ഞ് ത്രിപുരയിലേക്ക് കയറിയേക്കണേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമമുണ്ട് കേട്ടോ, സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ മിസോറാമിൽ നിന്ന് പോയപ്പോൾ. കാരണം നമുക്കെന്തോ നമ്മുടെ ഒരു നാട് പോലെയൊക്കെ ഒരു ഫീൽ ആയിപ്പോട്ടെ. കാരണം നമ്മൾ 2 മാസത്തോടെ നമ്മൾ മിസോറാമിലൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള ആൾക്കാർ നമുക്കിന്ന് എന്തോ വലിയൊരു രീതിയിലുള്ള അടുപ്പവും അതേപോലെ സ്നേഹവും ഭയങ്കര ഉദാഹരണം കേട്ടോ. അതൊക്കെ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്യട്ടെ ഞാൻ ഈ പറയണത്. കാരണം അതത്രയും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അവരൊക്കെ ആയിട്ട്. ഭയങ്കര എന്താ പറയുക, നമുക്ക് അവരിന്ന് ആരൊക്കെ ആയിപ്പോയി. കാരണം അത്രയ്ക്ക് ക്ലോസ് ആണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് മനുഷ്യരുണ്ട്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ത്രിപുര കയറി ത്രിപുരയിലേക്ക് കൂടി ഇങ്ങനെ യാത്ര ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ത്രിപുരയിലേക്ക് എൻ്റർ ചെയ്ത് എനിക്ക് കണ്ടില്ലേ, ത്രിപുര രജിസ്ട്രേഷൻ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഇറക്കമുണ്ട്, പിന്നെ അതുപോലെ കയറ്റണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് പ്ലെയിൻ റോഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടോ. ഇവർ ഇവിടെ ഫയർ സ്റ്റേഷനിലെ ഓഫീസർമാരാണ്. ഹായ് സാർ, आपका नाम क्या है? टिकेंद्र डिप्लोमा. टिकेंद्र डिप्लोमा, ओके. आपका नाम? समीर चकमा. समीर चकमा. आप चकमा है? अच्छा अच्छा अच्छा, मैं भी गया था मिजोरम में, चकमा, वो चौंकटे वगैरह. अच्छा अच्छा अच्छा. मैं तो ये रास्ता कितना दूर है यहाँ से जम्पू हिल? अच्छा 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 अच्छा. ഇതൊരു ഫയർ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നേട്ടാ. അങ്ങനെ വന്നോയ്ക്ക് ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് അപ്പോൾ ഇവരോട് ഇവർ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. താങ്ക് യു സാർ, താങ്ക് യു, സി യു, താങ്ക് യു. അപ്പോൾ ഇവർ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാ. പിന്നെ നമ്മുടെ ഫ്ലാഗ് ഒന്ന് ഒട്ടിച്ച് കണ്ടില്ലേ, ഇതാണ്ട് ഒട്ടിയിട്ടുണ്ട് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച്. കാരണം നാളെ ആഗസ്റ്റ് 15 അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേട്ടാ പയ്യെ. ഓക്കെ. അപ്പോൾ ഇവരാണ് നമ്മളെ സഹായിച്ചത്.
നമ്മൾ ബാത്റൂമിൽ കയറാൻ വേണ്ടി കയറിയാണ്ടാ, കാരണം ഭയങ്കര സീനായപ്പോയി. കാരണം ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും കണ്ടില്ല കേട്ടാ. അപ്പോഴാണ് അവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചത്. ഭയങ്കര അടിപൊളി ആൾക്കാരാണ്ടാ. നമ്മളോട് ഫുഡൊക്കെ കഴിച്ചാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫുഡ് ഓൾറെഡി കഴിച്ചതാണ്. പിന്നെ അതുപോലെ നമ്മൾ ബാത്റൂമിലേക്ക് കയറി ഇറങ്ങി. പിന്നെ അതിൻ്റെ പാശയിരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഫ്ലാഗ് ഒട്ടിച്ച് നാളെ ആഗസ്റ്റ് 15 കൂടെയാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഫ്ലാഗും കാര്യങ്ങളും കിട്ടിയോണ്ട് ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് ഫ്രീ ആയിട്ടാണ് പുള്ളി തന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹില്ലുണ്ട് കേട്ടോ, ജംബു ഹിൽസ് എന്ന് പറയും. അടിപൊളിയാണെന്നാണ് കേട്ടത്. മിസോറാം ത്രിപുരയിലൊരു ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ നമ്മളിവിടെ പോണത്. അപ്പോൾ ഈ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന റൂട്ടിൽ ആ വന്ന റൂട്ട് തിരിച്ച് പോണതാണ്. ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര സീനാണ്. പക്ഷേ നമുക്ക് അടിപൊളി കാഴ്ച, നല്ല പീസ്ഫുള്ളായിട്ടുള്ള റോഡാണ്. പിന്നെ ഉള്ളത് 90 സംതിങ് കിലോമീറ്റർ പോകണം മാപ്പിട്ട് പോയത്. ആ റൂട്ട് അടിപൊളി റൂട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. എനിക്ക് റോഡിലൊരു പട്ടിക്കുട്ടൻ ഇങ്ങനെ പേടിച്ചു കേട്ടാ. നമ്മളെ പോണ റൂട്ടാണ്, അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നട്ടാ. ഇതൊരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നണം. പറഞ്ഞ പോലെ അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്തൊന്നും സൈക്കിൾ അങ്ങനെ കയറണില്ല കേട്ടോ. അത് ഭയങ്കര പണിയാണ്. അതിൽ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞു കടകളും. മിസോറാമിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ പോലെയാണ് കേട്ടോ, വല്ലാത്തൊരു ഫീലിങ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അടുത്തൊരു ചെറിയ ചർച്ച ഉണ്ട് കേട്ടോ, കണ്ടില്ല, കുഞ്ഞു ചർച്ചാണ്. പിന്നെ ഇവിടെ എന്തൊരു വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്, കണ്ടില്ലേ. ഇതെനിക്കൊന്ന് കുറച്ചും കൂടെ വലിയ വീടായിരിക്കും കേട്ടോ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ വീടൊക്കെ പണിത് വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകണേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഹായ്, आप लोग का नाम क्या है? विक्रम, मेरा नाम विक्रम, विराज। आप लोग इधर का है ना? अच्छा अच्छा, ये गांव का ना? अच्छा, आम रेसलर, अब आम रेसलर है। अच्छा अच्छा, नहीं मेरा को स्ट्रॉन्ग नहीं है। आप बहुत स्ट्रॉन्ग है, मैं तो स्ट्रॉन्ग नहीं है। आप तो है ना बहुत फिटनेस। ओह, ये गांव का नाम क्या है? गांव का नाम क्या है? ये कारगिल, कारगिल। हाँ, डामसरा स्टेट। अच्छा 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 अच्छा, ओके। हाय, I'm from Kerala. Yes. I'm going to Jambu Hill. Yes. Bicycle, you are coming from Kerala? Yeah, yes. So great. What's your name? I'm Annie. Annie. Oh, nice. Okay, see you. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. അപ്പോഴാണ് കുറേ പിള്ളേർ നിർത്താൻ വേണ്ടി വിളിച്ചത്. എന്തായാലും സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ ത്രിപുര എൻട്രി ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്ന് നമ്മളോട് സംസാരിച്ചിട്ടോ, കുറേ പേരൊക്കെ ഫോട്ടോ എടുത്ത്. അത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലേ, കാരണം നമ്മൾ ആദ്യം കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു വെൽക്കമിങ് ഇല്ലേ, അത് വല്ലാത്ത ഇതാണ്. ആ ഒരു വെൽക്കമിങ് ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കും കേട്ടോ. സന്തോഷമുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം 2 മണിയായിട്ടുള്ളൂ കേട്ടോ. കാലാവസ്ഥ ഇങ്ങനെ വെയിലൊന്നുമില്ല, തണുപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെയിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കിടിലം കാഴ്ചയാണ് കേട്ടോ. ഫുള്ളും മരങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട്, കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു അവിടെ കൃഷി എന്തുകൊണ്ട് അതായിരിക്കും കേട്ടോ. ഇതാണ്ട വ്യൂവും കാര്യങ്ങളൊക്കെ. ചെറിയൊരു തണുത്ത കാറ്റടിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. നമ്മളിനി പോകാൻ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോപ്പായിട്ടുള്ള ഏരിയയാണ്. അതായത് ഒരു പീക്കിലേക്കാണ് പോകുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ ഉൾപ്പെടെ നമ്മളല്ലാണ്ട് കണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങാടേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. എന്താവും എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി വാഴയുണ്ട് കേട്ടോ. വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ചെയ്യണ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ ക്ലീൻ ആക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കൃഷിയും കാര്യങ്ങളും. അതും ഒരു വീടാണ്. ആ ഒരു വീട്ടിൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ. നമ്മൾ മിസോറാമിലൊക്കെ കണ്ടില്ല, ഒരുപാട് ആൾക്കാർ ഇതേപോലെ പല സ്ഥലത്തും അവർക്ക് ആ ഒരു ഗ്രാമത്തിലായിരിക്കും അവരുടെ വീട്. പക്ഷേ അവിടെ നിന്ന് കുറച്ച് മാറി ഇതേപോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടെ അവർ കൃഷിയും കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അവർ
വന്ന് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അവിടെ താമസിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ആകെ പോണത് വീട്ടിലേക്ക് ശനിയാഴ്ചയായിരിക്കും പോണത്. കാരണം ഞായറാഴ്ച അവർ പള്ളിക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കട്ടെ. ഞായറാഴ്ച എന്തൊക്കെ ഇത് വന്നാലും അവർ പള്ളിയിൽ പോകും, അതാണ് അവരുടെ ഒരു ഇതട്ടാ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നേരെ തിരിച്ചാണ്. എന്തായാലും പയ്യെ പോകട്ടാ. നമ്മളെ പോണേക്കൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു വില്ലേജിലൊരു ഏതൊരു പെണ്ണിനെ അടക്കിയേക്കണേ കേട്ടോ. ഇത് വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ക്ഷമിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതുണ്ടല്ലേ കാണുന്ന ചെറിയൊരു കബർ പോലത്തെ ഒരു ഇതാണ്ടോ ഇവിടെ അടക്കിയേക്കണേ. ഈ ഒരു പെണ്ണിനെ അടക്കിയേക്കണം. നമ്മൾ പോണേക്ക് കണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. കാരണം നമ്മളത് പോണേക്ക് ഓരോരോ കാഴ്ചകളും ഇവിടുത്തെ ഓരോരോ സംസ്കാരങ്ങളും ആചാരങ്ങളും കാണുമ്പോൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ പോണേക്ക് കണ്ടതാണ്. കണ്ടില്ലേ, ഇവിടേക്ക് ഇതേപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഉള്ളേരിയകളാണ്. നമ്മൾ മെയിൻ സിറ്റികളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മിസോറാമിൽ നിന്ന് ത്രിപുരയിലേക്കൊന്ന് എൻട്രി ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം പോണ സ്ഥലമാണ് ജംപോയി എന്ന് പറയുന്ന സ്ഥലം. അതും ഒരു ഗ്രാമമാണ്. അവിടെയും ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. എന്ത് പച്ചപ്പാർന്ന റൂട്ടല്ലേ. റോഡ് കുറച്ച് മോശവും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ വേറെ ഒരു ഹൈവേ ആണ് കേട്ടോ. നമുക്ക് വിശാലത്തോടെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പയ്യെ പോകണം. ഇതൊക്കെ മറ്റേ ഇഷ്ടി വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, തേച്ച് ഇതാക്കിയത്. ഇവിടെയൊക്കെ മേലെന്തോ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നുവയ്ക്ക് എന്തോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണ്ടിട്ട് ആൾക്കാരെന്തോ സാധനമൊക്കെ ആയിട്ട് മേലിലേക്ക് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിൽ. റോഡ് സീനാണ് മക്കളെ. ഇതാണ്ട അവസ്ഥ കേട്ടാ. മിക്കയിടത്തും ഇതേപോലെയാണ് റോഡ്. പാൻ്റെ കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഫ്ലാഗ് ഇടുന്ന് പറക്കണുണ്ടില്ലേ, എന്ത് മനോഹരമല്ലേ. നാളെ ആഗസ്റ്റ് 15 അപ്പം നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് 14 വീഡിയോ എടുക്കുന്നത്. നാളെ അപ്പം എന്തെങ്കിലും നല്ല ഇതിലും വീഡിയോ ഇട്ട് വരാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ നമുക്ക് മാക്സിമം. നമ്മളെ പോണൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു പാമ്പ് ചതൻ്റെ എടുക്കണതാണ്. വണ്ടി ഇടിച്ചുള്ളൂ എനിക്ക് തോന്നണ്. ഒരു കൂടി വന്ന് ഇന്നലേക്ക് വല്ല വണ്ടി ഇടിച്ചാന്ന് തോന്നട്ടെ. ഇന്നലേക്ക് ഇരിക്കുള്ളൂ, അധികം ഇതായിട്ടില്ല. പക്ഷേ ഈ റൂട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഇതേപോലെ പാമ്പുകളൊക്കെ ചത്തിടപ്പുണ്ടല്ലോ. കാരണം മഴക്കാലമല്ലേ, പാമ്പുകളൊക്കെ അങ്ങാടിക്ക് അടക്കിയിട്ട് നടക്കണേക്കും. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് ഇടിച്ച് ചതഞ്ഞിറക്കുക. ഞാൻ ഇതിന് മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ. കാരണം നമ്മൾ മിസോറാമിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൊക്കെ ഇഷ്ടംമാതിരി പാമ്പുകളൊക്കെ കാണാം കേട്ടോ. കാരണം ഇടിച്ച് ചതഞ്ഞ് നശിഞ്ഞ് കിടക്കണമായിരിക്കും അവസ്ഥ. നമ്മൾ പോണ റൂട്ടാണ്. കണ്ടില്ല, ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഫോറസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന റൂട്ടാണ്. ഇതൊരു ഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 വീടുകളൊക്കെ ഇടയ്ക്ക് വരും. പക്ഷേ കുറച്ച് ഉള്ളിലായിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഹൈവേയിലൊന്നും കയറിയിട്ടില്ല എത്ര നേരമായിട്ട്. നമ്മളിപ്പോൾ ഉള്ളിലൂടെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ സ്ഥലവും കവർ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണേട്ടാ. സീൻ റൂട്ടാണ് കേട്ടോ. ഓട്ടോയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെന്നി പോകുന്നുണ്ട്. നമ്മളും തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു കണക്കിനാണ് കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് നല്ല ഇത് സ്ലിപ്പാണ് കേട്ടോ. ഇടങ്ങേറ് റോഡാണ് മക്കളെ, ഇടങ്ങേറ് റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു വീട് കാണാം. ഇതിൽ ആളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ട്രൈബൽസ് ഉണ്ട് കേട്ടോ. ത്രിപുരയിൽ ഏകദേശം 50ഓളം ട്രൈബൽസ് ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. അതായത് 50ഓളം വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ 50ഓളം വിഭാഗങ്ങൾക്ക് 50 തരം ഭാഷകളാണ് കേട്ടോ. അതാണ് ഹൈലൈറ്റ്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ മണിപ്പൂർ വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നാഗ എന്ന് പറയുന്ന ട്രൈബ് ഉണ്ട്. അവർ 100 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ട്രൈബൽസ് ഉണ്ട്. അതിൽ 100 ടൈപ്പ് ഓഫ് ട്രൈബൽസിന് 100 ടൈപ്പ് ഭാഷകളുണ്ട് കേട്ടോ. 100 ടൈപ്പ് ഭക്ഷണ രീതികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടേക്കണത്. നമ്മളാകെ 2-3 ടൈപ്പ് ട്രൈബലിനൊക്കെ ഉണ്ട് നാഗാലാൻഡിൽ. നാഗാലാൻഡിലല്ല, മണിപ്പൂർ. ഇവിടെ അങ്ങനെ നമ്മൾ ആരുമായിട്ട് അങ്ങനെ അടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആരെയും കാണാനില്ല. കണ്ടില്ലേ, വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോണ റോഡ് പണി നടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെയും ഈ 50 വിഭാഗം ആൾക്കാർക്ക് 50 തരം ഭാഷകളുണ്ട് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ആൾക്കാരുടെ കൂടെയൊക്കെ താമസിച്ച് അവരുടെ ഭാഷകളും അവരുടെ കൾച്ചറും കാണാൻ നമുക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോണേക്ക് നമുക്ക് നോക്കാം. ഇവിടെ റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലവിടെ കുറേ ആൾക്കാരുണ്ട്. റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്. ഞാനിങ്ങനെ തള്ളിക്കൊണ്ടാട്ടെ കയറണ. എൻ്റെ ഒരു ഓട്ടോക്ക് തലയിലാണ്ടിരിക്കണ നോക്കി. ഒരു ചെറിയ ഗ്രാമം കേട്ടോ. ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്.
ഹലോ. ചില പിള്ളേരൊക്കെ ഹലോ പറയാട്ടാ, ചില പിള്ളേർ ഹലോ ഒന്നും പറയൂല. ഇതാ കണ്ടില്ലേ, മുള കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് കേട്ടോ. റോഡ് പണിയുടെ വണ്ടി വന്നു കേട്ടോ. ഹായ് ഭയ്യ, കേശവോ കേശവോ. ഇവരാണ്ട ഇതൊരു കോൺട്രാക്ട് എടുത്തേക്കണേണ്. ഒരു കമ്പനി ഉണ്ട് റോഡ് പണി ഇത് ചെയ്യണം. അപ്പോൾ അവരിൽ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്. ഇതിപ്പോൾ അങ്ങാടൊക്കെ ഇഷ്ടംമാതിരി പണിയുണ്ടെന്ന് അവർ പറഞ്ഞത്. റോഡ് കാര്യങ്ങൾ ഭയങ്കര മോശമാണ്. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മിസോറാമിലൊക്കെ വന്നപ്പോഴും അതേപോലത്തെ അവസ്ഥയുണ്ടാ. പലയിടത്തും റോഡ് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. റോഡ് ഭയങ്കര സീനാണ്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് ഇവരുടെ ക്യാമ്പ് വല്ലതും ആയിരിക്കും കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി വണ്ടി, അതന്നെ ഇവരുടെ ക്യാമ്പാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, മെല്ലൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഹായ്. ഓക്കെ ठीक है. ओके ओके ठीक है बाय. ഓക്കെ ടീക്ക് ഭയ്യ. ഓക്കെ, നമ്മൾ പോണേക്ക് ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കണ്ടേട്ടാ, സന്തോഷം. ഓക്കെ ഭയ്യ ടീക്ക്. ഇവരെ കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ക്യാമ്പ് കേട്ടാ. ഇവരും ഈ പണിക്കാരാണ്. ഇവർ ഏകദേശം 3 വർഷമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഈ ഒരു റൂട്ടിൽ. പക്ഷേ ഇവരിവിടെ റോഡ് പണിയാൻ വേണ്ടി എടുത്തിട്ട് അധികം ആയില്ല. കാരണം ഇവർ വന്ന ടൈമിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് പിന്നെ റോഡ് പണിയും കാര്യങ്ങളും നടന്നില്ല. ഇപ്പോഴും റോഡ് പണിയുടെ ഇതൊക്കെ നിർത്തി വെച്ചേക്കണെങ്കിലും ഇവർ ജസ്റ്റ് മണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അതേപോലെ ടാറിങ് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുള്ള മഴക്കാലം മാറിയിട്ടാണ് ടാറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞത്. ओके थैंक यू. अब लोग का नाम क्या है? मेरा नाम आकाश है. आकाश है. अच्छा, ये गांव का नाम क्या है? पूर्णाराम. अच्छा पूर्णाराम. ओके, हमको भी लोग का नाम. थैंक यू. और अब कौन सी स्टेट पे जा रहे हो? स्टेट ये मैं त्रिपुरा घूमने के बाद नागालैंड जाएगा. आसाम होके नागालैंड जाएगा. फिर अभी स्टेट असम का आए हो? ഒരു ചെറിയൊരു ഗ്രാമം കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടില്ല. ഇതൊക്കെ മണ്ണ് വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അത്യാവശ്യം കയറ്റവർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോണ റൂട്ടിൽ കേട്ടോ. ഹായ്. എല്ലാവരും വീഡിയോ വലിച്ചോണ്ടിരിക്കണേ കേട്ടാ. കയറ്റോണ് മോനെ കയറ്റം. കൂട്ടം കൂടിയിരുന്ന് വീഡിയോ വലിച്ചോണ്ടിരിക്കണേ കേട്ടാ അമ്മച്ചിമാർ. ഇവർക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്നേ വൈകിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈം ആയിരിക്കുള്ളൂ. ഇതൊക്കെ കണ്ടി, ഇതൊക്കെ മണ്ണ് വെച്ചുണ്ടാക്കിയാണ്ട് ഈ കാണുന്ന വീടില്ലേ. ഫോണൊക്കെ ഒരാൾ നമുക്ക് തന്നു കിട്ടാൻ കേട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम प्रियजीत. प्रियजीत, आप लोग किधर का है? इधर से. अच्छा अच्छा गाँव में है हमारा घर. अच्छा, ये गांव का नाम क्या है? जयश्री. ജയശ്രീ. അച്ഛാ, നമുക്ക് ബായ് തന്നേട്ടാ. താങ്ക് യു ഭയ്യ. അപ്പം നമ്മൾ പോണ റൂട്ടാണ്ട് ഈ കാണുന്നത്. ये रास्ता है ना? इधर से 15 किलोमीटर कांचनपुर. कांचनपुर है ना. और रास्ता किधर है? इधर तो पानीसागर जा सकते हो. पंचसागर मतलब ओ अच्छा 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 अच्छा. थैंक यू भैया. ओके थैंक यू. आप एक आप भी रखो, एक रखो, एक आप भी खा लो. പാവട്ടാ. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ട് നോക്കിയേ, നല്ല കിടിലൻ റൂട്ടല്ലേ. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കൂടെ വേണ്ട. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് വീണ്ടും വന്നത്. പക്ഷേ ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഓട്ടോ സർവീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോരോ കടകളാണ് കേട്ടോ. ഹായ്. കാരണം വലിയ രീതിയിൽ അടുക്കണം കേട്ടോ. ചിരിച്ചിട്ടും ചിരിക്കാനൊന്നുമില്ല തിരിച്ച്. അവിടെ കുറച്ച് അമ്മച്ചിമാർ ഇപ്പം ഉണ്ട്. ഹായ് 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 ഹലോ. അവർ ഹായ് കാണിച്ചേട്ടാ. അവർക്ക് ചാടിയൊന്നുമില്ല. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വരുന്നത് ഭയങ്കര പണിയാണെന്നാണ് കേട്ടത്. പിന്നെ വരും കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും ബൊലേറോ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലോഡും വണ്ടികളൊക്കെ വരുമെന്നാണ് ഇവർ പറഞ്ഞു കേട്ടേട്ടാ. കണ്ടില്ല, ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നല്ല റൂട്ടാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കൊടി പറക്കണ്ടിട്ട് നല്ല രീതിയിൽ. നമുക്ക് രാത്രിയിലുള്ള സ്റ്റേയും കാര്യങ്ങളും ഇവരെ റെഡിയാക്കി തന്നാൽ. താങ്ക് യു ഭയ്യ. अब लोग का नाम क्या है? गोविंद. आपका नाम अमल. ഓ താങ്ക് യു ഭയ്യ. അപ്പോൾ ഇവരാണ്ട് നമ്മളെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. हाय भैया. Hi, I am Babua. बाबुआ. अच्छा अच्छा अच्छा. ये तो क्या है? For Tripura. त्रिपुरा. I mean, ओ this is a
ISBT. 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 Tripura government ISBT. ഓ ത്രിപുര ഗവൺമെന്റ് Bus station. ഓക്കെ. Any car, bus. ഇതർ हाँ ഓക്കെ. यहाँ से जाता है. അച്ഛാ ഇത് ഇവിടെ ടാക്സി സർവീസ്, ബസ് സർവീസ് കാര്യങ്ങളെല്ലാം ഇവിടെ നിർത്തുന്നുണ്ട്. അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ ഇല്ല, മറ്റേ ഈ ഹബ്ബുകളൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ വൈറ്റിലെ ഹബ്ബൊക്കെ ഇല്ല, അതേപോലെ സംഭവം ഉണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് താമസവും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളാണ് കേട്ടോ അവർ പറഞ്ഞ. മിസോറാമിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്വർഗ്ഗം പറഞ്ഞിട്ട് മിസോറാമൊക്കെ എനിക്ക് എവിടെ വേണമെങ്കിൽ എനിക്ക് തങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഭയങ്കര മെനക്കെട്ടിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, താങ്ക് യു ഭയ്യ. गुड नाइट, सी यू. ओके, फिर मिलेगा. ओके, आपका दोस्त लोगों को भी बाय बाय, टाटा. टाटा.